ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മളെല്ലാവരും വാട്സപ്പ് വഴിയും ടെലഗ്രാം വഴിയും അല്ല വേറെ ആപ്ലിക്കേഷൻസ് വഴി നമ്മളെന്തെങ്കിലും ഫോട്ടോസും വീഡിയോസും സെൻഡ് ചെയ്യും അല്ലേ? അപ്പം ഒട്ടും ക്വാളിറ്റി ചോരാതെ അല്ലെങ്കിൽ ക്വാളിറ്റി നഷ്ടപ്പെടാതെ നമുക്ക് ക്വിക്ക് ഷെയർ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ഇമേജസും ഈ പറയുന്ന വീഡിയോസും നമുക്ക് സിമ്പിളായിട്ട് സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയാമെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. അറിയത്തില്ല, അതൊരു വീഡിയോ അവസാനം വരെ കാണാം. കാരണം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമുക്ക് പുറത്തുള്ളവർക്കൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എത്ര ഫയൽസ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതി നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അറിയത്തില്ലെങ്കിൽ ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്യണം. കാരണം ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമുക്ക് ക്വിക്ക് ഷെയറിൻ്റെ ആപ്പ് എവിടെ നിന്ന് എടുക്കുന്ന അറിയത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മുകളിൽ നിന്ന് നോട്ടിഫിക്കേഷൻ ബാർ വലിച്ചിട്ട് ക്വിക്ക് ഷെയർ എന്ന് പറഞ്ഞാൽ അത് ഓൺ ആക്കുക. ഓക്കെ, ടേൺ ഓൺ. ഓക്കെ, നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ സെറ്റിങ്സ് ഓൺ ആക്കിയെടുക്കുക. പിന്നെ കോൺടാക്റ്റ് യുവർ ഡീസ് എവരി വൺ ഏത് രീതിയിലാണ് നമുക്ക് ക്വിക്ക് ഷെയർ വർക്ക് ചെയ്യേണ്ടതെന്നുള്ള നമുക്ക് കൊടുക്കും. ഞാൻ കോൺടാക്ട്സോ യുവർ ഡീസോ എവരി വൺ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഡൺ കൊടുത്തു. അപ്പം ഓക്കെ, ഓണായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ കിടക്കുന്ന ഒരു ഇമേജ് അല്ലെ, എത്ര ഇമേജ് ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒന്ന് 2 ഫയൽ ഞാൻ സെലക്ട് ചെയ്തു. ഒരു വീഡിയോയും ഒരു ഫോട്ടോയും ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഷെയർ ബട്ടൺ കൊടുക്കുക. ഓക്കെ, ഷെയർ ബട്ടൺ കൊടുക്കുമ്പം ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസാണ് താഴെ കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ക്വിക്ക് ഷെയർ കൊടുക്കുക. ക്വിക്ക് ഷെയർ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇങ്ങനൊരു ഡയലോഗ് ബോക്സ് തുറന്നു വരും. തുറന്നു വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് തൊട്ടടുത്തുള്ള ആളെ എന്ത് ചെയ്യും? നമ്മൾ നിയർ ബൈ ഡിവൈസസ് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ട് നോക്കും. കിട്ടുന്നില്ലെങ്കിൽ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി യൂസ് QR കോഡ് എന്നുണ്ടാകും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇതാണ് നമ്മൾ ആ ചൂസ് ചെയ്തിരിക്കുന്ന 2 ഫയലിൻ്റെ QR കോഡ് നമുക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം, വേറെ ഡിവൈസ് വഴി നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് സിമ്പിളായിട്ട് ക്വിക്ക് ഷെയർ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമേജസും വീഡിയോസും നമുക്ക് സിമ്പിളായിട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം എത്ര വലിയ വീഡിയോസ് ആണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് നടക്കും കേട്ടോ. അപ്പോൾ ചിലർ വിചാരിക്കും വാട്സപ്പ് വഴി സെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നല്ലേ. വാട്സപ്പിൽ ലിമിറ്റുണ്ട്, ടെലഗ്രാമിന് ലിമിറ്റില്ല നിങ്ങൾ പറഞ്ഞ പോലെ. പക്ഷേ സേഫായിട്ട് നമ്മൾ ക്വിക്ക് ഷെയർ വഴി നമുക്ക് സെൻഡ് ചെയ്യാം. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതേപോലെ ചെറിയ ടിപ്സിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നതിനും വരെ ഓക്കെ, ബൈ, താങ്ക്സ്.